കൗൺസിലർ കൂടിയായിരുന്നു അദ്ദേഹം. ശ്രീകുമാർ, ഈ വിഷയത്തിൽ ഇത് യൂറോളജി വകുപ്പിൻ്റെ വിഷയം മാത്രമല്ല, മറ്റു വകുപ്പുകളിലും സമാന സാഹചര്യമുണ്ടെന്ന് പറയുന്നു. അതായത് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ ഉപകരണങ്ങളില്ലാതെ മുടങ്ങുന്നു എന്ന് ആ ഡോക്ടർ സ്ഥിരീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൽ സംഭവിച്ച പിഴവ് എന്തായിരിക്കും? നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കരുതുന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 25ഓളം ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. 25 ഡിപ്പാർട്ട്മെന്റുകൾ രോഗികളുമായി നിരന്തരം ബന്ധപ്പെട്ട് ചികിത്സ നടത്തുന്ന 25ഓളം ഡിപ്പാർട്ട്മെന്റ്. അതിൽ ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് യൂറോളജി വിഭാഗം. എന്ത് തന്നെയായാലും ഈ 25 ഡിപ്പാർട്ട്മെന്റിലെ മേധാവികളും നാളിതുവരെ ഇതേപോലെയുള്ള പരാതികൾ രേഖാമൂലം ഈ ഡോക്ടർ ഹാരിസൺ ചെയ്ത പോലെ കത്ത് സൂപ്രണ്ടിനും പ്രിൻസിപ്പാളിനും മറ്റു ഉദ്യോഗസ്ഥരും കൊടുത്തുകൊണ്ടിരുന്നതല്ലാതെ ഇങ്ങനെ പരസ്യമായി വന്ന് ഇത് പറഞ്ഞ് പൊതുസമൂഹത്തെ ധരിപ്പിക്കാൻ തയ്യാറായില്ല. അതിനുള്ള ധൈര്യം മറ്റുള്ളവർക്ക് ഉണ്ടായില്ല. പക്ഷെ എന്ത് തന്നെയായാലും ഹാരിസ് ഡോക്ടറിനെ ആത്മാർത്ഥമായി ഒരു പൊതുപ്രവർത്തനം അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകുകയാണ്. കാര്യം ഇത്തരത്തിലുള്ള നടപടികളിലൂടെ അല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം എത്രയോ തവണ അദ്ദേഹം തന്നെ പറഞ്ഞു, കാലിലെ ചെരുപ്പ് തേഞ്ഞു. എത്രയോ പേരെ ചെന്ന് സാർ എന്ന് കുമ്പിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊന്നും അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ലല്ലോ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയല്ലല്ലോ. അപ്പൊ ഇത് നാട്ടിലെ പാവപ്പെട്ട രോഗികൾ വന്ന് കരഞ്ഞുകൊണ്ട് ഡോക്ടറുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ഡോക്ടർ നിസ്സഹായന് നിൽക്കുന്നത് ഇത് ആദ്യ സംഭവമല്ല. ഇത് യൂറോളജിയിൽ മാത്രമുള്ള വിഷയമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാത്രം വിഷയമല്ല. സംസ്ഥാനത്തെ എല്ലാത്തിലും ആവശ്യത്തിന് ഉപകരണങ്ങളില്ല. ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിന് ആവശ്യമായി മാറ്റിയിടേണ്ട മറ്റു യന്ത്രസാമഗ്രികളോ ഉപകരണങ്ങളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ആവശ്യമായ മരുന്ന് ലഭിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു കാര്യം തുറന്നു പറയുമ്പോൾ ആ ഡോക്ടറെ ക്രൂശിക്കുവാൻ വേണ്ടി മാത്രമാണ് ചില ആരോഗ്യ ഉദ്യോഗസ്ഥർ ഇന്നലെ തയ്യാറായത്. ഇന്നലെ തന്നെ DME പത്രക്കാരെ കണ്ടു. ഒരു വകുപ്പ് മേധാവിക്കല്ലേ അറിയാൻ കഴിയുള്ളൂ അവിടെ എത്ര ഓപ്പറേഷൻ നടന്നു, എത്ര രോഗികളെ കണ്ടു എന്നൊക്കെ. അപ്പോൾ ഇന്നലെ നടന്നില്ല, എനിക്ക് നടത്താൻ കഴിഞ്ഞില്ല, ഞാനത് മതിയാക്കി പോയി എന്ന് പറയുമ്പോൾ DMEയും ഒരു സംഘം ഉദ്യോഗസ്ഥരും മന്ത്രിയും വന്ന് പത്രക്കാരെ കാണുകയാണ്. അവിടെ ഇന്നലെ നടന്നു, ഇന്നലെ നടന്നതിൽ ഒരെണ്ണം മാത്രമേ നടക്കാതെ ഉള്ളൂ എന്ന് പറയുകയാണ് അദ്ദേഹം. ബഹുമാനപ്പെട്ട യൂറോളജി മേധാവി എന്ന് പറഞ്ഞു. നടത്തിയത് മറ്റു ചില ഓപ്പറേഷനുകൾ. ഇത് നടത്തേണ്ട ഈ ഉപകരണം കേടായതുകൊണ്ട് ആ ഓപ്പറേഷൻ മൊത്തം മാറ്റിവെച്ചിരിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, ഒട്ടേറെ ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യത്തെ മറച്ചുകൊണ്ട് അവിടെ 30 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയും. യൂറോളജി പോലെയുള്ള വലിയൊരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു വർഷം 30-40 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചു കൊടുക്കുന്നെങ്കിൽ അത് 10% പോലും ആവുന്നില്ല. ആവശ്യത്തിന് ആ ഉപകരണത്തിൽ ഉപയോഗിക്കേണ്ട മറ്റു സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നില്ല. നമുക്ക് ഇത് ഡോക്ടർമാർ സാധാരണ ഇതേപോലെ ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമുണ്ടെങ്കിൽ ആശുപത്രി വികസന സമിതിയിൽ കത്ത് കൊടുത്താണ് വാങ്ങുന്നത്. ആ ആശുപത്രി വികസന സമിതിയിൽ കത്ത് കൊടുക്കുമ്പോൾ 1 ലക്ഷത്തിൽ കൂടുതൽ രൂപയാണെങ്കിൽ അത് കളക്ടറുടെ അനുവാദം വാങ്ങണം. ഇത്രയും അടിയന്തര സ്വഭാവമുള്ള ആശുപത്രികളിൽ 1 ലക്ഷം രൂപയുടെ ഒരു സാധനം വാങ്ങണമെങ്കിൽ പോലും കളക്ടർ ഓഫീസിൽ ഫയൽ പോയി തിരിച്ചു വരുമ്പോൾ എത്ര ദിവസമെടുക്കും? അപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ചെയ്യേണ്ട നടപടികൾ എങ്ങനെ ചെയ്യും? ശ്രീകുമാർ, ഒരു കാര്യം, ഈ ഇദ്ദേഹം ഡോക്ടർ വിശദീകരിച്ചപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഇതിലെന്തായാലും ഇതിൻ്റെ സത്യം പുറത്തു വരേണ്ടതുണ്ട്, കാര്യങ്ങൾ മികച്ച രീതിയിൽ പോവേണ്ടതുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനും പ്രിൻസിപ്പലും കൂടി പോയി ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ ധരിപ്പിച്ചു എന്നതാണ്. അതൊരു സ്വാഭാവിക നടപടിക്രമം അങ്ങനെയല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാവും അങ്ങനെ ചെയ്യേണ്ടി വരിക? ഞാൻ പറയാം. ഇത് ഈ ഓരോ ആശുപത്രികളിലും ഏറ്റവും പ്രധാനപ്പെട്ട ആള് അതിന്റെ ദൈനംദിന ചുമതല വഹിക്കുന്ന സൂപ്രണ്ടാണ്. സൂപ്രണ്ടായിട്ടുള്ള ആൾക്കാരെ ഒരു കുറഞ്ഞ യോഗ്യതയും കഴിവെങ്കിലും ഉള്ളവരെ കൊണ്ടിരുത്തണം. അല്ലാതെ ഏറാൻ മൂലികളായ ആൾക്കാരെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഡോക്ടർമാർക്ക് ചെന്ന് ഡയറക്റ്റ് മന്ത്രിയുടെ ഓഫീസിൽ പറയേണ്ട ഗതികേട് വരും. ഇതാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ഇതിന് മുമ്പിരുന്ന ഒരു സൂപ്രണ്ട് ഡോക്ടർ നിസാറുദ്ദീൻ നമ്മളെ ഒരു പേഷ്യന്റിന്റെ കാര്യം അല്ലെങ്കിൽ ആശുപത്രിയുടെ പ്രവർത്തനം സംബന്ധിച്ച് ഒരു പരാതി ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ പോലും അടിയന്തരമായി ഇടപെടുന്ന സൂപ്രണ്ടുമായി ഇതിനു മുൻപ് വിശ്വാസം ഡോക്ടർ ഉൾപ്പെടെയുള്ള വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ഉൾപ്പെടെ അവസാനം നിസാറുദ്ദീൻ ആ സ്ഥാനത്ത് നിന്ന് മാറിയിട്ടാണ് ഇപ്പോൾ നിലവിലെ സൂപ്രണ്ട് വന്നത്. ഇതിനെക്കുറിച്ച് യാതൊരു കാര്യവിവരവും ഗ്രാഹ്യവും ഇല്ലാത്ത ഒരു മനുഷ്യനെ സൂപ്രണ്ടാക്കി നിർത്തിയാൽ ഇതിനപ്പുറവും നടക്കും. ഞാനൊരു കാര്യം കൂടി പറയാം. ഇത് യൂറോളജിയുടെ മാത്രം വിഷയമല്ല. കാത്ത് ലാബിൽ ഇതുപോലെ ഉപകരണങ്ങൾ ഇല്ലാതായപ്പോൾ അതിന് പരാതിക്കാരനായി നിന്ന ഒരാളാണ് ഞാൻ. ഈ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് ചികിത്സ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് 2023 മനുഷ്യാവകാശ കമ്മീഷൻ ഞാൻ പരാതി കൊടുത്ത അതിൽ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് കൊടുത്ത ഒരു മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഇത്തരം ഈ പരാതി തരുന്നവര് ചിത്രശക്തികളാണെന്നാണ് അദ്ദേഹം സൂപ്രണ്ട്
മനുഷ്യാവകാശ കമ്മീഷൻ പരാതി കൊടുത്തു. ഇപ്പം ശ്രീകുമാർ പറഞ്ഞ ഞാൻ കൊടുത്ത പരാതി 100ഓളം രോഗികൾക്ക് ചികിത്സ മുടങ്ങുന്നു, ഈ ഉപകരണങ്ങൾ കൃത്യമായി പ്രവർത്തിക്കാത്തത് കൊണ്ട് എന്ന് പറഞ്ഞ് ഞാൻ 23-ൽ കൊടുത്ത പരാതിയാണ്. ആ പരാതി ഇന്ന് യാഥാർത്ഥ്യമാണെന്നും സത്യമാണെന്നും ആ വകുപ്പ് മേധാവി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് അയഡിൻ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സയുണ്ട്. ആ ചികിത്സയുടെ ലോ ഡോസ് മാത്രമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ചെയ്യാൻ കഴിയുന്നത്. എനിക്ക് ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ ഈ ലോ ഡോസ് ചികിത്സ കൊണ്ട് ആ അസുഖം മാറില്ല. അവർ പറഞ്ഞു ഹൈ ഡോസ് ചികിത്സ നൽകിയാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അതിനുള്ള ഉപകരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് കേരളത്തിലാകെ സർക്കാർ മേഖലയിലുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമാണ്. അപ്പൊ ഹൈ ഡോസ് അയഡിൻ തെറാപ്പി ചികിത്സ നടത്താൻ കോഴിക്കോട് പോയിരിക്കുകയാണ് തിരുവനന്തപുരത്തുള്ള ഒരു രോഗി. കോഴിക്കോട് ചെന്നപ്പോഴാണെങ്കിൽ അടുത്ത 6 മാസം കഴിഞ്ഞ് മാത്രമേ ആ രോഗിക്ക് ആ അയഡിൻ തെറാപ്പി ചികിത്സ നൽകാൻ സാധിക്കൂ. ഇവിടെ അതിനുള്ള ഉപകരണമില്ല. മറ്റൊരു കാര്യം കൂടി പറയാം, നമ്മുടെ ക്യാൻസർ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം RCC ആണ്. ഈ RCCയിൽ പോലും ഹൈ ഡോസ് അയഡിൻ തെറാപ്പി ചെയ്യുവാനുള്ള ഉപകരണമില്ല. ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികൾ മുഴുവൻ ഇതുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ പോകണമെങ്കിൽ ഒരു ദിവസം 15,000-20,000 രൂപ ചെലവാക്കി മാത്രമേ അയഡിൻ തെറാപ്പി എന്ന് പറയുന്ന ഹൈഡോസ് ചികിത്സ ചെയ്യാൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ എല്ലാ വിഭാഗത്തിലുള്ള ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട യൂറോളജി മേധാവി പോലെ പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ മറ്റു മേധാവികൾ കൂടി തയ്യാറായാൽ ഈ ആരോഗ്യ വകുപ്പിന് ഒരു നന്മയുണ്ടാകും. ശരി, വളരെ നന്ദി GS ശ്രീകുമാർ പ്രതികരിച്ചതിന്. ഡാൻ, ഒരു കാര്യം, ഈ